BMW വാഹനങ്ങൾ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണെന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ വാഹനത്തിൽ, അതായത് 2014 മോഡൽ 5 സീരീസിൽ നമ്മൾ കണ്ട കുറച്ച് ഹിഡൻ ഫീച്ചറുകളെക്കുറിച്ചും 2014 മോഡൽ വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകതയെക്കുറിച്ചുമാണ്. എല്ലാ കൂട്ടുകാർക്കും അവളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ ഒരു ഫീച്ചർ, എല്ലാ BMW കാറിൻ്റെ ലോക്ക് ബട്ടൺ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മിറർ ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ വിൻഡോകൾ താഴുകയും ചെയ്യും എന്നുള്ളതാണ്. ആ വിൻഡോ താഴ്ന്നു കഴിഞ്ഞാൽ സൺറൂഫ് ഓപ്പൺ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലോക്ക് ബട്ടൺ നമ്മൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താഴ്ന്നു കിടക്കുന്ന വിൻഡോകളൊക്കെ പൊങ്ങുകയും മിറർ ഫോൾഡ് ആവുകയും ചെയ്യും എന്നുള്ളതും ഒരു ഫീച്ചറാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ വൈപ്പർ എങ്ങനെ ഓൺ ചെയ്യാം എന്നുള്ള, അതായത് വിൻ്റർ സിറ്റുവേഷനിൽ വൈപ്പറുകൾ ഇങ്ങനെ കുത്തി നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഹനം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം, ഇഗ്നിഷൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടൺ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. എടാ അതവിടെ കറക്റ്റായിട്ട് വന്നു തന്നു. അത് എല്ലാ BMW ഒരു സീക്രട്ട് ഫീച്ചറാണ്. ഇനി ഇത് എങ്ങനെയാണ് താഴേക്ക് സാധാരണ പൊസിഷനിലേക്ക് എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം ഓൺ ചെയ്തതിന് ശേഷം വൈപ്പർ ഓൺ ചെയ്യുന്ന പോലെ സാധാരണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോയി ലോക്ക് ആവുകയും ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിനെ കുറിച്ചല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മളൊക്കെ പണ്ട് കാലത്ത് ധാരാളമായിട്ട് ബുക്കുകൾ വായിച്ചിരുന്ന, അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പല സിറ്റുവേഷൻ കൊണ്ട് വായിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ആയിരിക്കും. അത്തരം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് കുക്കു FM എന്ന് പറയുന്നത്. കുക്കു FM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഒരാളതിരുന്ന് വായിച്ച് നല്ല രീതിയിൽ നമുക്കത് കേൾപ്പിച്ചു തരുന്നതാണ്. ഉദാഹരണത്തിന് ടാറ്റയെക്കുറിച്ച് കേൾക്കാൻ പോകണം. ഇൻഡസ്ട്രിയൽ കമ്പനികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അറിയപ്പെടുന്നതുമായ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ കാണൂ: ടാറ്റ കമ്പനി. ടാറ്റ സ്റ്റീൽസ്, ടാറ്റ കെമിക്കൽസ് എന്നിങ്ങനെ നിരവധി ടാറ്റ പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അടിപൊളി. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് ലോക പ്രശസ്തമായിട്ടുള്ള ആളുകളൊക്കെ, ഇത് ടാറ്റ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ബുക്കിൻ്റെ സമ്മറിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇങ്ങനെ ഓരോ പുസ്തകങ്ങളുടെയും സമ്മറി നമുക്ക് കേൾക്കാൻ പറ്റും എന്നതാണ് കുക്കു FMൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള നോവലുകൾ, ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ ഇതുവഴി കേൾക്കാം എന്നുള്ളതാണ് കുക്കു FMൻ്റെ പ്രത്യേകത. ഇതൊരു പെയ്ഡ് സർവീസാണ്. ഒരു വർഷത്തേക്ക് 399 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. അത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നജീബ് 200 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് വെറും 199 രൂപക്ക് ഈ സംഭവം കിട്ടുന്നതാണ്. അതായത് 50% ഓഫർ ഇപ്പോൾ ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഒരു 199 രൂപയുടെ കാര്യമാണ്. ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം. 4000+ പുസ്തകങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ താഴെ ലിങ്ക് ചെക്ക് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. നമ്മളൊരു ഡ്രൈവിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അലക്സ ഇതൊക്കെ പറഞ്ഞിട്ട് പ്ലേ ചെയ്യിപ്പിക്കാവുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. നൈസാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. മൂന്നാമത്തെ ഒരു ഫീച്ചർ ഗെസ്റ്റർ ഫീച്ചർ പോലത്തെ ഒരു ഫീച്ചറാണെന്ന് പറയാം. ഈ ബട്ടണുകൾ ഇത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് വെക്കാം. അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തതാണ് എന്നുള്ളത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ കാണും. അൺഅസൈൻഡ് ആണെങ്കിൽ അസൈൻഡ്, അല്ലെങ്കിൽ അസൈൻഡ് ആണെങ്കിൽ അസൈൻഡ് എന്നുള്ളൊരു സാധനത്തെ നമുക്ക് അവിടെ ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തെ റിവേഴ്സ് മോഡിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിവേഴ്സ് മോഡിലാണ് വാഹനം, ഇവിടെ നമുക്ക് റിവേഴ്സ് ഗസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാം. ആ മിറർ ഡൗൺ ആവുന്നില്ല. മിറർ ഡൗൺ ആവുന്ന ഒരു ഫീച്ചർ ഈ വാഹനത്തിനകത്തുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പാർക്ക് മോഡിലേക്ക് ഇട്ടു. നമ്മുടെ ഡ്രൈവർ സൈഡിൽ വിൻഡോയെ കൺട്രോൾ ചെയ്ത ബട്ടൺ ഇപ്പോൾ റൈറ്റ് സൈഡിനെ സെലക്ട് ചെയ്ത് വെക്കുന്നു. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിനെ സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിനെ സെലക്ട് ചെയ്യും. ഇനി നമ്മളൊന്ന് റിവേഴ്സ് മോഡിലേക്ക് ഇടണം. അപ്പോൾ മിററിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കോ. ഞാൻ റിവേഴ്സ് മോഡിലിട്ടോ. അടോ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗണായി നമുക്ക് പിറകിലത്തെ വീലിനെ കാണുകയും അതനുസരിച്ച് റിവേഴ്സ് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഓണായി വന്നു എന്നതാണ്. ഇതാണ് BMW കീ വരുന്നത്. ഒരുവിധം വാഹനങ്ങൾക്കൊക്കെ തന്നെ ഈ തരത്തിലുള്ള ഒരു സെൻസർ ബേസ്ഡ് കീ ആണ്. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്. എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇതിനകത്ത് ബാറ്ററി നമ്മുടെ യാത്രക്കിടയിൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ റിമോട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി തീർന്ന ഈ കീ ഫോബ് എടുത്തിട്ട്, ഇവിടെ ഒരു ചിത്രം കണ്ടോ, കീൻ്റെ ചിഹ്നം, ഈ ചിഹ്നത്തിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അവിടെ കീൻ്റെ ചിത്രം ഉണ്ടോ, ഈ ചിത്രത്തിനടുത്ത് ഇതിങ്ങനെ കറക്റ്റായിട്ട് ചേർത്ത് പിടിച്ചിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഓണാവും എന്നതാണ്. അത് ഈ വണ്ടിയും ഈ ചാവിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫീച്ചർ BMW വാഹനത്തിന് മാത്രമല്ല, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ആൾട്ടോ കേട്ടറിന് വരെയുള്ള എല്ലാ വാഹനങ്ങളിലും സുലഭമായിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മൾ ഈ ഒരു ഫ്യൂവൽ ലിഡ് വീട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഇനി നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, ഡ്രൈവ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളുടെ കൂടെ സൽമാനൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു വണ്ടി സൽമാനിക്കയാണ്. സൽമാനൊക്കെ കണ്ണൂരുകാരനാണ്, ദുബായിൽ ബിസിനസ്സാണ്. ഇപ്പം നാട്ടിൽ നമ്മളെല്ലാവരും നേരത്തെ ജീവകളികളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത സമയത്തേ
BMW വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഡ്രൈവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അല്ലേ? ഓ തീർച്ചയായും. എന്താണ് നിങ്ങളെ ഡ്രൈവ് അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ? എനിക്ക് പിന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റിനൊക്കെ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്ന് പോകുന്ന ഒരു പ്രതീതിയാണ്. ഭയങ്കര രസമായിരുന്നു. സസ്പെൻഷൻ ഭയങ്കര ഫ്ലോട്ടിംഗ് ആണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു ബാഡ് റോഡിലാണ് പോകുന്നത്. പിന്നെ നമുക്കൊരു നല്ല പവർ അപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പം കയറിയൊക്കെ പോയിക്കോളും. ബ്രേക്ക് കിക്കപ്പ് കഴിഞ്ഞാട്ടോ RPM അപ്പ് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ കയറി അങ്ങനെ പോയിക്കോളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ എവിടെയെങ്കിലും നമ്മൾ പിടിച്ചു നിർത്തുന്ന ഫീലോ അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ചെയ്യുന്ന ഫീലോ ഒന്നുമില്ല. ഞാൻ ലോങ് ഒക്കെ പോവാണ്ടെങ്കിൽ അറിയില്ല. യാത്രാസുഖം ഭയങ്കര. കാരണം നമ്മൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് 7-8 മണിക്കൂർ ഉണ്ടാവും കണ്ണൂരിൽ നിന്ന് വിടുമ്പോൾ. ഞാൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 സ്ഥലത്ത് മാത്രമേ ചായ കുടിക്കാൻ നിർത്തേണ്ടി വരുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ. മറ്റു വണ്ടി ഇപ്പോൾ ഫോർച്യൂണറൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടുള്ള ഒരു ആ ബോഡി റോളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യും. ഇതാവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ ലോങ് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പൊതുവെ സെഡാനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ BMW ആകുമ്പോൾ പറയുമ്പോൾ ലക്ഷറി പ്ലസ് കംഫർട്ട് പ്ലസ് സ്പീഡ് ഭയങ്കര ഫൺ ഡ്രൈവ് ആട്ടോ. വളരെ പെട്ടെന്നാണ് നമുക്ക് RPM കയറി ഓടിക്കാൻ പറ്റുന്നത്. ഓവർടേക്കിംഗ് ഒരു പ്രശ്നമില്ല. ആക്സലറേഷൻ കൊടുക്കാൻ കയറി പോകാം. അപ്പൊ നമ്മൾ 100 എബോ ക്രോസ് ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു. നൈസ്. അപ്പം BMW മെഷീനുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവാണ്. ഏറ്റവും വലിയൊരു ഹിഡൻ ഫീച്ചർ. നമുക്ക് ഡ്രൈവർ മാറ്റേണ്ട ആവശ്യമില്ല. എത്ര മണിക്കൂറോളം നമുക്ക് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാം. ശരിക്കും മറ്റേ ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവരാണ് BMW എടുക്കുക എന്ന് പറയാറ്. ഉറപ്പായിട്ടും ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഒരു 2014 മോഡൽ BMW 5 സീരീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സൽമാനക്കയുടെ വണ്ടിയാണ്. സ്റ്റിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷെ അന്നത്തെ BMW ഇന്നത്തെ BMW ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഇപ്പോഴും അവർ സ്റ്റാൻഡർഡൈസ് ചെയ്ത പോലത്തെ തോന്നല്. പഴയ മോഡലാണെങ്കിലും എല്ലാം കാണുമ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതൊരു BMW ഹൈലൈറ്റ് ആണ് അല്ലേ? പിന്നെ കാലക്രമേണ ഗ്രില്ലുകൾക്കൊക്കെ കുറെ മാറ്റം വേറൊന്നുമില്ല. ഞാൻ ഈ വണ്ടി പല പ്രാവശ്യവും പുതിയതെടുക്കാന്നൊക്കെ ആലോചിച്ചു. പക്ഷെ എനിക്കെന്തോ നോക്കാൻ തോന്നുന്നില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ. ഞങ്ങൾ ഗൾഫിലൊക്കെ പോകുന്നതുകൊണ്ട് പല ആളും ചോദിക്കും കയറ്റി വെക്കലെന്ന്. തരുന്നോ കൊടുക്കുന്നോ? ഞങ്ങൾ മൈൻ്റെനൻസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൈലേജും മൈലേജ് ആണ്. സാധാരണ BMW കാണാവുന്ന രഹസ്യങ്ങളെ കുറിച്ചും അതിന്റെ ഡ്രൈവ് ഫീലിനെ കുറിച്ചും ഒപ്പം സൽമാനിക്കിനെ കുറിച്ചുമാണ് പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.